വീറിന് ഇപ്പൊ എന്താ പറ്റിയത്? അവന്റെ ഡേറ്റ റിയാക്ട് ആവുന്നില്ലല്ലോ. ടോക്ക് ബാക്ക് വഴി അവനോട് സംസാരിക്കാം. ഹലോ വീർ, വീർ നീ ഓക്കെ അല്ലേ? അപ്പൂപ്പ, ഈ ലേക്കിലെ പിരാനിയുടെ കൂടെ ഒരു റോബോട്ടിക് പിരാനിയുമുണ്ട്. തീർച്ചയായും അതാ മാഡ് മാക്സിന്റെ ചതിയായിരിക്കും. അതെ, ഇതെല്ലാം അവൻ ചെയ്ത ചതിയാ. ഞാൻ ഒറിജിനൽ പിരാനിയെ അതിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. പിന്നീട് വന്നിട്ട് ഞാൻ ആ റോബോട്ടിക് പിരാനിയെ കൈകാര്യം ചെയ്തോളാം. Drilling suit on. Drilling suit on. ഞാൻ നിന്റെ പ്രോഗ്രാമിംഗ് ചിപ്പില് സൂര്യന്റെ പോസിറ്റീവ് എനർജി അയച്ചു വെച്ചിട്ടുണ്ട്. നീ ആ പോസിറ്റീവ് എനർജിയെ ഉടൻ തന്നെ ഓൺ ചെയ്യുമോനെ. എമിലിയുടെയും ചുൾബുള്ളിന്റെയും കയ്യിലൊന്ന് പിടിച്ചിട്ട് ആ പോസിറ്റീവ് എനർജി അവർക്ക് പാസ് ചെയ്ത് കൊടുക്ക്. അങ്ങനെ ചെയ്താൽ ആ ബ്ലോബ് പെട്ടെന്ന് പുറത്തേക്ക് വരും. അപ്പൊ നിനക്ക് ആ ബ്ലോബിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്റെ തലക്കെന്താ എത്ര ഒരു ഭാരം പോലെ? നമ്മൾ എവിടെയാണ്? ഇമിലി ചുൾബുൾ കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ കൂടെ വാ. അല്പസമയത്തിനുള്ളിൽ ഞാൻ നമ്മുടെ ഗോഡൌണിൽ എത്തിച്ചേരും. ഞാനിപ്പോ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കേ വീർ. അപ്പൊ മാഡ് മാക്സ് വിചാരിക്കും ഞങ്ങൾ ഇപ്പോഴും അവന്റെ കൺട്രോളിലാണെന്ന്. നമ്മളെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ട് അവന്റെ വിശ്വാസം പിടിച്ചു പറ്റും. ഗുഡ്. മാഡ് മാക്സിന് ഒരല്പം പോലും സംശയം തോന്നരുത്. നിങ്ങളെ ഞാൻ ആ ഗ്ലോബിൽ നിന്ന് പുറത്തിറക്കിയ കാര്യം അവൻ അറിയരുത്. പിന്നെ ഇപ്പോ നിങ്ങൾ രണ്ടാളും അവന്റെ കൺട്രോളിലല്ലെന്നും അവൻ അറിയരുത്. തീർച്ചയായിട്ടും അറിയില്ല. അഭ്യാസമൊന്നും ഇവിടെ വേണ്ട. അങ്ങനെ ചെയ്താലേ ആ വീറിന്റെ കഥ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. എന്താ നോക്കി നിൽക്കുന്നത്? വീറിനെ ഫിനിഷ് ചെയ്യോ. ബോസ്, ഇതിലെന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ബ്ലോബിന്റെ റിമോട്ട് എന്താ വർക്ക്ഔട്ട് ആവാത്തത്? കാരണം നിന്റെ ആ കെമിക്കൽ ബ്ലോബ് ഇമിലിയുടെയും ചുൾബുളിന്റെയും ദേഹത്തല്ല, ഇപ്പോ എന്റെ കയ്യിലാ ഉള്ളത്. എന്ത്?
ബോസ് അവൻ നിങ്ങളയച്ച ബ്ലോബ് പോലും അവന്റെ കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുക. ഇല്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. വീർ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ.